കേരളത്തിലെ ബിജെപിയുടെ ജയം ഗൗരവത്തോടെ പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി. ബിജെപിയെ പിന്തുണച്ചവർ ചെയ്തത് ശരിയാണോ എന്ന് ചിന്തിക്കണം. കേരളത്തിൽ ഒരു പാർലമെന്റ് സീറ്റ് ബിജെപിക്ക് നേടാനായി എന്നത് ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ട കാര്യമാണ്. ബിജെപിയെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സഹായിച്ച ശക്തികൾ അവരെ നല്ല രീതിയിൽ ചിന്തിക്കണം, സ്വീകരിച്ച നിലപാട് ശരിയായോ എന്ന്. ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പിണറായി വിജയൻ. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പിഴവുകൾ പരിശോധിക്കാൻ നടപടിയുമായി കേന്ദ്രം. സുതാര്യത ഉറപ്പാക്കാൻ 7 അംഗ ഉന്നതതല സമിതി രൂപീകരിച്ച വിദ്യാഭ്യാസ മന്ത്രാലയം. ഡോക്ടർ കെ രാധാകൃഷ്ണൻ സമിതി ചെയർമാൻ. 2 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. കാസർഗോഡ് DCCയിലെ വിഭാഗീയതയിൽ നേതാക്കൾക്കെതിരെ KPCC നടപടി. ആരോപണ വിധേയരായ പ്രവർത്തകരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതായി കണ്ടെത്തൽ. നടപടി 2 അംഗ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ. മുഖ്യമന്ത്രിക്കെതിരെ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലും വിമർശനം. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ജനവിരോധത്തിന് കാരണമായെന്ന് കുറ്റപ്പെടുത്തൽ. നേതാക്കളുടെ മക്കൾ കച്ചവടം നടത്തി പണമുണ്ടാക്കുന്നുവെന്ന പ്രചാരണം അവമതിപ്പുണ്ടാക്കി. പെൻഷൻ കുടിശ്ശിക ഒരു വിഭാഗത്തെ എതിരാക്കിയെന്നും വിലയിരുത്തൽ. TP ചന്ദ്രശേഖരൻ കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ നീക്കം. TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവരെ പുറത്തിറക്കാൻ ആസൂത്രിത ശ്രമം. കണ്ണൂർ ജയിൽ സൂപ്രണ്ട് പോലീസിന് അയച്ച കത്തിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന്. ഗവർണറെ സമീപിക്കുമെന്ന് KK രമ MLA. സർക്കാർ നീക്കം കേരളത്തോടുള്ള വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവ്. മൂന്നാർ ഗ്യാപ് റോഡിലെ സാഹസിക യാത്രയിൽ നടപടി. യുവാക്കൾക്കെതിരെ കേസെടുത്തു. വാഹനം പിടിച്ചെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. വിശദാംശങ്ങളിലേക്ക് നോക്കാം. കേരളത്തിൽ BJP ഒരു സീറ്റ് നേടിയത് ഗൗരവപൂർവ്വം പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ചില ശക്തികൾ BJPയെ